നമുക്കിന്ന് പുതിയ 2 പേരെയും കൂടെ പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഗിനി പിഗ്സ് ആണ്. അപ്പോൾ ഇവൻ്റെ പേരാണ് ബബ്ലു. ഇനി ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ആയിട്ട് മാത്രമേ ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ റാബിറ്റ് ആണെങ്കിലും അതേപോലെ ഗിനി പിഗ്സ് ആണെങ്കിലും നമ്മൾ പെയറായിട്ട് വേണം എടുക്കാനായിട്ട്. റാബിറ്റ്സ് പിന്നെയും സർവൈവ് ചെയ്യും പെയറല്ലെങ്കിലും. അതേ സ്ഥലത്ത് ഗിനി പിഗ്സ് അവർ കൂടുതലും ഈ ഗ്രൂപ്പായിട്ടാണ് സർവൈവ് ചെയ്യാൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഉള്ളെങ്കിൽ ഇവർക്ക് ഡിപ്രഷനായിട്ട് അവർ പെട്ടെന്ന് തന്നെ മരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പെയറായിട്ട് മേടിക്കുകയും അതേപോലെ ഷോപ്സിലാണെങ്കിലും അത്ര അവർ പെയറായിട്ടേ കൊടുക്കത്തുള്ളൂ. അതാണ് ലീഗലെന്ന് പറഞ്ഞത് നമ്മൾ പെറ്റ് സ്റ്റോറിൽ പോയപ്പോൾ. അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യമേ കൂടെല്ലാം ക്ലീൻ ചെയ്ത് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത്, അതാണ് ഇപ്പോഴത്തെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇന്ന് പഴമാണ് കൊടുക്കുന്നത്. നമുക്ക് ലീവ്സ് ഉണ്ട്, അതേപോലെ ആദ്യമേ നിങ്ങൾ കണ്ടില്ല ആ പെല്ലറ്റ്സ് കൊടുക്കും, അതേപോലെ തന്നെ പുല്ലും കൊടുക്കും. ഇതെല്ലാമാണ് കഴിക്കുന്നത്. അപ്പോൾ മോളെ കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ചിനുള്ള പരിപാടി നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടി നമുക്ക് മുതിരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുതിര ഒരു 2 കൈപ്പിടി മുതിര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് ഒരു 5 വിസിലടിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് കടുക് താളിച്ച് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സവോളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബേസ് മസാലാസ് എല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. മല്ലിപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കഴിയുന്നതിന് ശേഷം തക്കാളി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം സ്മാഷായി കിട്ടണം. അത് കഴിഞ്ഞ് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കുക്കറിൽ വിസിലടിച്ച് വെച്ചിരുന്ന നമ്മുടെ മുതിരയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി മതി പുളിവെള്ളം. അതിന് ശേഷം കുറച്ച് പെരുംജീരകം അതേപോലെ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കായവും കൂടെയാണ് ഇടുന്നത്. ഗരം മസാല പൗഡറിന് പകരം നമുക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ്സും ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മല്ലിയില. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ. ഇനിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.